വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബികോം BBA 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യനും അതേപോലെ essay ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, ആ വീഡിയോ കാണുക. പിന്നെ അതേപോലെ ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒരു റിവിഷൻ പോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്റ്റഡി ലീവ് ടൈമാണ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം സീലിംഗ് തന്നെയാണ് വരുന്നത്. 2 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 15 ക്വസ്റ്റ്യൻ ചോദിക്കും ആദ്യം. അതിൽ 2 മാർക്സ് ആണ്. അതിൽ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും എഴുതാം. അതിൽ നിങ്ങൾക്ക് 25 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം സീലിംഗ് 25 എന്നാണ്. നിർബന്ധമായും ആ 15 ക്വസ്റ്റ്യൻ നല്ല നീറ്റായിട്ട് കറക്റ്റ് കണ്ടൻറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്തായാലും 15 സ്കിപ്പ് ചെയ്യേണ്ട. കറക്റ്റായിട്ട് 15 നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്തും അത് എഴുതിയിരിക്കണം. എന്നാലാണ് മാർക്ക് കുറേ കൂടി എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി ഒന്നും പഠിച്ചിട്ടില്ല എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരടക്കം ഈ പറഞ്ഞ 15 എഴുതണം. നല്ല രീതിയിൽ പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് പറയുന്നവർ ഈ 15 എഴുതണം. എന്നാലേ നമുക്ക് ആ പറയുന്ന മാർക്ക് എവിടെയും പോവാതെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റേർണൽ ചെക്ക് എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റേർണൽ ചെക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഇൻറ്റേർണൽ ചെക്ക് എന്താണ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചേക്കുക. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നോക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത്, അതും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയുള്ളത് വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നുള്ളതാണ്. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് സ്കിപ്പ് ചെയ്യേണ്ട. നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്രാം ക്ലാസിഫിക്കേഷനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതി നന്നായിട്ട് പഠിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അതിൽ നിന്ന് ഓരോന്നും സ്പെഷ്യലായിട്ട് 2 മാർക്സിലും ചോദിക്കും, അതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഈ എറർ ഓഫ് പ്രിൻസിപ്പിൾ പഠിക്കാൻ പറ്റും. എറർ ഓഫ് കമ്മീഷൻ, ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും കവർ ചെയ്യണം. ഈ പ്രാവശ്യം എറർ ഓഫ് പ്രിൻസിപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ ഈ പ്രാവശ്യം മാറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതാണോ ടോപ്പിക് ഉള്ളത് ആ ടോപ്പിക്കിൽ വരുന്ന ഏരിയാസ് ഫുൾ കവർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നാണ്. അതും റിപ്പീറ്റഡ് ചോദിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിൽ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളത്. ഇത് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോഴും ആ ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് ഡൗൺ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താണ് ഓഡിറ്റിൻ്റെ എന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന് മാത്രം എഴുതി വയ്ക്കുക. വാട്ട് ഈസ് വിസിൽ ബ്ലോയിങ് എന്നുള്ളത്, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും പഠിച്ചേക്കുക. ഇതൊക്കെ അതായത് ഇപ്പോൾ ഒരു 40% 30% ക്വസ്റ്റ്യനും മറ്റേ സെപ്പറേറ്റ് പാർട്ടില്ലേ, പാർട്ട് 2 കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് CGR ആണ്, കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന്. ചിലപ്പോൾ ഇനി അടുത്ത് ചോദിക്കാൻ CGS ചോദിക്കാം, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് സർവീസ് എന്നും ചോദിച്ചേക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ ഗ്രീൻ ഗവേണൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി, വാട്ട് ഈസ് സ്റ്റിഫേർഷിപ്പ് തിയറി, ഡിഫൈൻ ദ ടേം വെരിഫിക്കേഷൻ. ഈ 13ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റിഫേർഷിപ്പ് തിയറി, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കോർപ്പറേറ്റ് ഗവേണൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ തിയറീസ് എല്ലാം തന്നെ നോക്കണം. അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലായിട്ടും വരും. അതേപോലെ തന്നെ ഇതിൽ ഗ്രീൻ ഗവേണൻസിൻ്റെ ടോപ്പിക്കിൽ അതൊക്കെ ജസ്റ്റ് നോക്കുക. ഈ തിയറി പഠിക്കുമ്പോൾ സ്റ്റിഫേർഷിപ്പ് തിയറിയുടെ പഠിക്കണം, ഒപ്പം തന്നെ മോഡൽസും പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വന്നിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫിഫോ മെത്തേഡാണ്. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിക്കേണ്ടായിരുന്നു ഇതിൽ ഓഡിറ്റിങ്ങിൽ തന്നെ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാൽക്കുലേഷൻ്റെ ബേസിൽ തിയറി ഉണ്ട്, ഫിഫോ ലിഫോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് തിയറി പാർട്ട് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതായത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ബുക്ക് എടുത്ത് നോക്കണമെന്നല്ല, നമ്മുടെ ഓഡിറ്റിംഗ് ബുക്കിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതിൻ്റെ എന്താണ് അത് മെത്തേഡ്, നമ്മൾ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിങ്ങിൽ ഈ മെത്തേഡ്സൊക്കെ പഠിക്കുന്നത്, ഫിഫോ ലിഫോ അതൊക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. നെക്സ്റ്റ് വന്നിട്ട് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 8ഉം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 6 ക്വസ്റ്റ്യൻസ് എഴുതുക. 5 മാർക്സിൻ്റെ നല്ല രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ 8 എണ്ണം ഉണ്ട്, അതിലൊരു 5 എണ്ണോ അല്ലെങ്കിൽ ഒരു 6 എണ്ണം എഴുതിക്കോ. 6 എണ്ണം എഴുതി കഴിഞ്ഞ് നേരെ എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോവുക. എസ് എ ക്വസ്റ്റ്യൻ 2 എണ്ണം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. 6 ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസറിൻ്റെ ഈ പറഞ്ഞ 5 മാർക്സിന് എഴുതി കഴിഞ്ഞതിന് ശേഷം എസ് എ എഴുതുക. എസ് എ 2 എണ്ണം കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ഷോർട്ട് ആൻസറിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഇങ്ങോട്ട് മാർക്ക് വേറെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാർക്ക് പോവില്ല. ഓക്കെ, ആ ഒരു ഐഡിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം 5 മാർക്സ് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് ടെക്നിക്സ് ആണ്. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് ഏതൊക്കെ എണ്ണം എന്നുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓഡിറ്റ് ടെക്നിക്സ്. പിന്നെ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് വെരിഫിക്കേഷൻ ചെയ്തത് അറ്റ് ബാങ്കിൽ. ദെൻ വാട്ട് ഈസ് ബോർഡ് കമ്മിറ്റി, എക്സ്പ്ലെയിൻ ദ മേജർ ടൈപ്സ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ദെൻ നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ടേം കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ, എക്സാമിൻ ദ സത്യം കമ്പ്യൂട്ടർ കേസ്. കാരണം ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫെയിലിയറിന് റീസൺസ് കുറേ ഉണ്ട്. അതുകൊണ്ട് അവരുടെ എക്സാമ്പിൾ സഹിതമാണ് തന്നിട്ടുള്ളതുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു എക്സാമ്പിളെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെയുള്ളത് വാട്ട് ഈസ് വൗച്ചിങ്, ദെൻ പിന്നെ എക്സ്പ്ലെയിൻ ദ വൗച്ചിങ് പ്രൊസീജിയർ ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ എന്താണ് വൗച്ചിങ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് പെറ്റി ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ വൗച്ചിങ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ ഇനി ഇതേപോലെ തന്നെ ആയിരിക്കും ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അതേപോലെ ക്യാഷ് പേയ്മെൻറ്റ്, സാലറി കൊടുക്കുന്നതിൽ സമയത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ. നിങ്ങൾ അതിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഓരോ സൈഡിൽ, അപ്പോൾ അസറ്റ് സൈഡിൻ്റെ കേസിൽ പറഞ്ഞാൽ അസറ്റ് സൈഡിലകത്ത് എന്തൊക്കെ നമ്മൾ എഴുതി വെക്കും, ഏതൊക്കെ ഐറ്റമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ ആ ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മൾ എഴുതി വെക്കുന്ന ബുക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബുക്സ് ഓഫ് അക്കൗണ്ട്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം തന്നെ നമ്മൾ വെരിഫിക്കേഷൻ, ഓഡിറ്റർ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആ പറയുന്ന ബുക്സ് എല്ലാം തന്നെ ആ സ്ഥാപനത്തിലുള്ളത് എടുത്ത് അവർ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് ഓഡിറ്റർ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ളവർ ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഓഡിറ്റർ ആയിട്ടുള്ളത് നമ്മൾ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. റൈറ്റ്, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്സ് ആണ് കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ഇൻട്രൊഡക്ഷൻ എഴുതുക, ആ പറയുന്ന പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ, ദെൻ കൺക്ലൂഷൻ എല്ലാം എഴുതണം. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്കും വന്നേക്കാം. അതേപോലത്തെ മോഡൽസിലെ ഓരോന്നും 2 മാർക്സും ചോദിക്കാം, ഷോർട്ട് ആൻസറും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് മോഡൽസ്, തിയറീസ്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അതെല്ലാം തന്നെ പഠിച്ചേക്കണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ, അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ്, എനുമറേറ്റ് ദ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ബൈ ആൻ ഓഡിറ്റർ. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിറ്റീസും അതേപോലെ ക്വാളിഫിക്കേഷൻസ് ചോദിക്കും. അതേപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഓഡിറ്റിംഗ് പഠിക്കുക. ഞാൻ ഇനി ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ക്ലാസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാം.